Okay, then let's move to the second chapter, I Will Fly by Dr. APJ Abdul Kalam. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈക്കകത്ത് നമ്മൾ എന്ത് പഠിക്കണം അല്ലേ? കലാമിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴായി പ്രൊഫൈൽ ക്വസ്റ്റ്യന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അപ്പം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കേട്ടോ. ഹി വാസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹി വാസ് എ സയൻറ്റിസ്റ്റ്. ആ പ്രൊഫൈലിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസ് മുഴുവൻ നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കിക്കണം. കാരണം പ്രൊഫൈൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദെൻ ഈ ഒരു വർക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് എ സ്പീച്ച് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അല്ലേ? ഇതിനകത്ത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം, കലാം സേസ് ദാറ്റ് നോ യൂത്ത് നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. വൈ? എന്തുകൊണ്ടാണ് കലാം യുവാക്കൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഭയക്കേണ്ടതില്ല എന്ന് പറയുന്നതിന്റെ കാരണം? The answer is very simple, because he says that ignited mind of the youth is the powerful resource on the earth, above the earth, under the earth. He says that ignited mind of the youth is the precious thing in this world. So if they have a precious mind, an ignited mind, there is no need to worry about their future. ആ ഒരു സംഗതിയെ പറയുന്നത് പഠിക്കാതെ പോകരുത്, അതവിടെ പഠിക്കണേ. അത് കഴിഞ്ഞ ശേഷം കലാം അതിനകത്ത് പറയുന്നത്, അദ്ദേഹം എന്ത് ചെയ്യാണ്, തൻ്റെ ഒരു പാസ്റ്റിനകത്തെ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഹി വെന്റ് ടു എ വില്ലേജ് ടു ഇനാഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. എന്തായിരുന്നു മിഷൻ ശാസ്ത്രയാൻ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം, അറിയാലോ അല്ലേ? യെസ്, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വാസ് ദ പ്രിപ്പറേഷൻ ഓഫ് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾ to make them eligible engineers, doctors, qualified managers, etc. അതായത് 2000-ഓളം വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സ്, സിവിൽ സർവൻസ്, അതുപോലെ തന്നെ നല്ലൊരു യോഗ്യതയിലേക്ക്, നല്ലൊരു ജോലിയിലേക്ക് അവരെ എത്തിക്കുക എന്നതായിരുന്നു അവിടെ ആ ഒരു ശാസ്ത്രയാൻ എന്ന മിഷൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹി വാസ് ടോക്കിംഗ് there on the topic science improves the nation. ആ ഒരു പോയിന്റും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. സയൻസ് ഇംപോസ് ദ നാഷൻ എന്ന ടോപ്പിക്, അതിനകത്ത് ഒരു ഫോം ആക്കിനെ ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതാനൊക്കെ ചോദിക്കാം അല്ലെ? കാരണം സയൻസിന്റെ എംപവർമെന്റ് ആണ് ശരിക്കും ടെക്നോളജിയുടെ എംപവർമെന്റ്. നിങ്ങൾക്ക് ഇന്നറിയാമല്ലോ, സുനിത വില്യംസിന്റെ ആ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഒരു രൂപേണെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സയൻസ് എംപവേഴ്സ് ദ നാഷൻ, നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും അത് വിസിബിൾ ആണ് അല്ലേ? അഗ്രികൾച്ചറൽ ഫീൽഡിനകത്ത് ട്രാക്ടേഴ്സിൻ്റെ ഇൻവെൻഷൻ, അതുപോലെ നെല്ല് കൊയ്യാൻ, അതുപോലെ വിതയ്ക്കാൻ, എല്ലാറ്റിനും ഇന്ന് മെഷീനറീസ് അല്ലേ? സോ സയൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ശാസ്ത്രയാൻ എന്ന ആ ഒരു മിഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? വാട്ട് വാസ് ദ ബോയ്സ് കൺസേൺ അല്ലേ? ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം a village boy stood up and asked a question. He shared his concern. He said that avan paranja karyam endha? Sir, I want to travel in a ship. I want to be the captain of the ship. I want to make the engine of the ship. See, he simply says that I want to become a marine engineer. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോയുടെ കൺസേൺ, ആ ബോയ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് എന്താണ് പറയുന്നത്? ആ ബോയ് പറയുന്നുണ്ടല്ലോ, ഐ ഹാവൻ ഗെയിൻ കോൺഫിഡൻസ് ഇൻ മൈ ലൈഫ്. ആ ഒരു ഏരിയ ശരിക്കും പഠിച്ചു വെക്കണേ. ബോയുടെ കൺസേൺ എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ ഇതിനുള്ള ആ ബോയുടെ ഒരു ഇന്നസെന്റ് ക്വസ്റ്റ്യൻ ഒരു റിപ്ലൈ ആയിട്ടാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജലാലുദ്ദീൻ റൂമിയുടെ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു ഫോം അവിടെ റിസൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യു ആർ ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, യു ഹാവ് ഗ്രേറ്റ്നെസ്, യു ഹാവ് കോൺഫിഡൻസ് ആൻഡ് യു ഹാവ് വിങ്സ് ടു ഫ്ലൈ, യു വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ആ ഒരു ഫോം അവിടെ റിസൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സംഗതി അവിടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇത് കഴിഞ്ഞ മക്കളെ, ആ ഐ വിൽ ഫ്ലൈക്കകത്ത് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഹൗ ക്യാൻ യു ബി യുണീക്ക് ഇൻ യുവർ ലൈഫ്? എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യുണീക്ക് ആവാൻ പറ്റും? Simply we can say that we can be unique. You should be you. Thus you can be unique in your life. നിങ്ങളാവാൻ ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതുല്യരായി മാറും അല്ലേ? യു ഷുഡ് ബി യു. അതാണ് സിമ്പിൾ ആൻസർ. ഇൻ അവർ സൊസൈറ്റി all of the people are trying to they are advising us to imitate like others. അവരൊക്കെ നമ്മളോട് പറയുന്നത് എന്താ? ടെക്സ്റ്റിനകത്ത് പറയുന്നില്ലേ, നമ്മളെ ടീച്ചേഴ്സ് പോലും ഒരു എക്സാം കഴിഞ്ഞാൽ ടീച്ചർ നമ്മളോട് പറയുന്നത്, നിനക്ക് ഈ ആദ്യത്തെ 2 റാങ്കാരെ പോലെ ആയിക്കൂടെ? നമ്മുടെ അയൽവാസികളുടെ ഇടയിൽ ഒരു ഫുൾ A+ കാരുണ്ടായി കഴിഞ്ഞാൽ അവനെ കണ്ടുപിടിക്കുക, അതുപോലെയാവും ഇതുപോലെയാവും. the world teaches us to be like others, but we should be
വി ഹാവ് ടു കീപ്പ് അവർ വാല്യൂസ്, യു ഷുഡ് ബി യു എന്നുള്ള ആ ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ മേജർ തിങ്. അപ്പോൾ ഈ ഐ വിൽ ഫ്ലൈക്കകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സംഗതി, നോ യൂത്ത് നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ, വൈ എന്നതിനൊരു ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ബോയുടെ കൺസേണിനെ കുറിച്ച് നിങ്ങൾ ബോധേഡായിരിക്കണം. തേർഡ് വൺ, നിങ്ങൾ എന്ത് പഠിക്കണം, ഹൗ ക്യാൻ ബി യുണീക്ക് ഇൻ യുവർ ലൈഫ്. ഈ സംഗതിയും കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഫ്ലൈക്കകത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ അവിടുന്ന് അല്ലാത്ത ഗതിയിൽ ചോദിക്കാറ് റീഡിംഗ് കോംപ്രിഹെൻഷൻ രൂപേണ ചോദ്യം വരാറുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രൊഫൈൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെറ്റർ, അതുപോലെ തന്നെ ആ ഒരു പ്രൊഫൈലല്ല ഇമെയിൽ ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കാറുണ്ട്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സാധ്യത ഇമെയിലാണ്. അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു സ്പീച്ച് കേട്ടതിന് ശേഷം യു ഹാവ് ഡിസൈഡഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾ ഷെയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാം. ഇതാണ് ഐ വിൽ ഫ്ലൈക്കകത്ത് നമ്മളോട് പറയാനുള്ളത്.